നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. വഴിതടഞ്ഞതിന് നേതാക്കൾക്കെതിരെ കേസ്. മാധ്യമങ്ങളെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്, ജയിലിൽ പോകാൻ തയ്യാറെന്നും MV ജയരാജൻ. അതിരൂക്ഷ വന്യമൃഗശല്യം അറുതി വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ്. DFO ഓഫീസ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിയും വനം വകുപ്പും ഉറക്കം നടിക്കുകയാണെന്ന് സണ്ണി ജോസഫ് MLA. ആറളത്തെ ആദിവാസി ദമ്പതികളുടെ മരണം. ജില്ലാ കളക്ടർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കണമെന്ന് ഗീതാനന്ദൻ. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കണം, വനം വകുപ്പ് നിഷ്ക്രിയമെന്നും ഗീതാനന്ദൻ. വാർത്തകൾ വിശദമായി. കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ CPM ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തി. കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിർദ്ദിഷ്ട UGC ചട്ടഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ പോലും കേന്ദ്രം തികഞ്ഞ വഞ്ചനയാണ് കേരളത്തോട് കാണിച്ചതെന്ന് EP ജയരാജൻ പറഞ്ഞു. അതല്ല കേരളം. കേരളത്തിലെ ഗവൺമെന്റിന്റെ ലക്ഷ്യം ലോകാനുഭവങ്ങൾ പഠിക്കുന്നു. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി കേരളത്തെ രൂപപ്പെടുത്തുന്നു. ഇന്ന് ലോക സ്ഥിതിഗതികളിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് നിർവഹിക്കണം? ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭരണ നിർവഹണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൊഴിൽ രഹിതരില്ലാത്ത കേരളം. നമ്മൾ കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂരിലാണ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്. അതിന് ചുറ്റുമായിട്ട് 5000 ഏക്കർ ഭൂമി പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി, IT മേഖലയുടെ വികസനത്തിന് വേണ്ടി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P ജയരാജൻ, KP സഹദേവൻ, TV രാജേഷ്, ഡോക്ടർ V ശിവദാസൻ MP, N ചന്ദ്രൻ, അഡ്വക്കേറ്റ് KK രത്നകുമാരി, M സുരേന്ദ്രൻ, P പുരുഷോത്തമൻ, വത്സൻ പനോളി തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തിയാണ് CPM സമരം നടത്തിയത്. കാർഗിൽ യോഗശാല റോഡിലാണ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത്. 4 വരി റോഡിൽ പന്തൽ കെട്ടിയും കസേര നിരത്തിയുമായിരുന്നു സമരം. വഴി തടഞ്ഞതിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു പോലീസ് നടപടിയിൽ ജയരാജന്റെ പ്രതികരണം. ജുഡീഷ്യറിയോടുള്ള ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും. യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല. അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. ജനങ്ങൾ എവിടെ നിൽക്കും? സമരം നിരോധിച്ചിട്ടില്ല. ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. അത് മൗലിക അവകാശത്തിൽ പെടുന്നതുമാണ്. അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാൽ മതി. കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ്, നിയമ ഭേദഗതി, അത് റദ്ദാക്കിയാൽ മതി. കേസ് എടുക്കുന്നതിന് പിന്നാലെ നോട്ടീസ് കിട്ടിയെന്നും മടക്കി പോക്കറ്റിലാക്കിയെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പ്രതികരിച്ചു. 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടുമെന്നും ചൂടുകാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു MV ജയരാജന്റെ പ്രതികരണം. യാത്രയ്ക്ക് വഴി വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല.
കോടതി വിചാരിച്ചാൽ സമരം ആവശ്യമില്ല. കേന്ദ്രം കേരളത്തിന് സഹായം നൽകണം എന്ന് കോടതി ഉത്തരവിട്ടാൽ മതി. മാധ്യമങ്ങൾ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ എല്ലാം പകർത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് പറഞ്ഞത് ചാനലുകാർ വാർത്തയാക്കിയതിനെ തുടർന്നാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഈ ചൂടുകാലത്ത് ഇനിയും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നു. വഴി തടഞ്ഞതിന് പോലീസ് നോട്ടീസ് തന്നിട്ടുണ്ട്. അത് മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നഗരത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തിയതിന് CPM നേതാക്കൾക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കേസിലെ ഒന്നാം പ്രതി. കണ്ടാൽ അറിയാവുന്ന 5000-ഓളം പ്രവർത്തകരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. നേതാക്കളായ ഡോക്ടർ വി ശിവദാസൻ MP, KV സുമേഷ് MLA, N ചന്ദ്രൻ തുടങ്ങിയ നേതാക്കളും കേസിലെ പ്രതികളാണ്. കണ്ടാൽ അറിയാവുന്ന 5000-ഓളം പ്രവർത്തകരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. റോഡ് തടസ്സപ്പെടുത്തി ഉപരോധം നടത്തരുതെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചുകൊണ്ടാണ് 10000-ഓളം പേർ പങ്കെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തത്. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പല കാരണങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. ഒന്ന്, ഉൽപാദനങ്ങളുടെ വില തകർച്ചയാണ്. ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല. ഇന്ന് കശുവണ്ടിയുടെ സീസണാണ്. ഏറ്റവും കൂടുതലായി കശുവണ്ടി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല കണ്ണൂർ ജില്ലയാണ് എങ്കിൽ കേരള ഗവൺമെന്റ് സത്യത്തിൽ കശുവണ്ടി കർഷകരെ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽപ്പെട്ട കശുവണ്ടി കർഷകരെ അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാർ ചതിച്ചിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്, കൊലക്കൊടുത്തിരിക്കുകയാണ്. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക, ഭൂനികുതി വർധനവ് പിൻവലിക്കുക, റബ്ബറിനും കശുവണ്ടിക്കും 250 രൂപ തറവില നിശ്ചയിക്കുക, കാർഷിക കടങ്ങളുടെ ജപ്തി നടപടി നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല അധ്യക്ഷനായി. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. വഴി തടഞ്ഞതിന് നേതാക്കൾക്കെതിരെ കേസ്. മാധ്യമങ്ങളെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. ജയിലിൽ പോകാൻ തയ്യാറെന്നും MV ജയരാജൻ. അതിരൂക്ഷ വന്യമൃഗശല്യം അറുതി വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ്. DFO ഓഫീസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിയും വനം വകുപ്പും ഉറക്കം നടിക്കുകയാണെന്ന് സണ്ണി ജോസഫ് MLA. ആറളത്തെ ആദിവാസി ദമ്പതികളുടെ മരണം. ജില്ലാ കലക്ടർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കണമെന്ന് ഗീതാനന്ദൻ. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കണം. വനം വകുപ്പ് നിഷ്ക്രിയമെന്നും ഗീതാനന്ദൻ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് DFO മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരം പേരാവൂർ MLA സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൂച്ചക്കുട്ടി
പൂച്ചക്കുട്ടി ശശീന്ദ്ര പൂച്ചക്കുട്ടി ശശീന്ദ്ര നിന്നോടായി പറയുന്നു താക്കീതാണിത് താക്കീത് യൂത്ത് കോൺഗ്രസ് താക്കീത്. അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക, മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് കൃത്യമായ രീതിയിൽ നിറവേറ്റാത്തത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ ഉദ്ഘാടകൻ ശ്രീ സണ്ണി ജോസഫ് MLA ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നാളെ MLA ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ സമരത്തിൽ ഒരു ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപവാസത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്താണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളൊക്കെ പരിശോധിക്കണം. ഒരു നാട്ടിൽ 16 ജീവനുകൾ പൊലിഞ്ഞിട്ട് പോലും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല. നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ സർക്കാർ സത്യത്തിൽ ഉറക്കം തൂങ്ങുകയാണ് ഈ വിഷയത്തിൽ. ആനമതിലിന്റെ നിർമ്മാണം ഭരണാനുമതി ലഭിച്ച് 5 വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് അതിന്റെ പ്രാരംഭഘട്ട വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന്റെ നടപടികൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് താഴേക്കടയിലുള്ളവർക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് 1ാമത്തെ സമരമാണ്. ഇതൊരു സൂചനാ സമരമാണ്. നാളെ ബഹുമാനനായ പേരാവൂർ MLA ഉപവാസ സമരത്തിനുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ സമരം നടത്തുന്നത്. നാളുകൾ കഴിഞ്ഞ് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ മന്ത്രിയെ ഇന്നലെ അവിടെ ഞങ്ങൾ കരിങ്കൊടി പ്രതിഷേധം നടത്തി. മന്ത്രിയെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ വഴിയിൽ തടയുന്ന സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസിന് മുന്നോട്ട് പോകും. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയോ വനംവകുപ്പ് മന്ത്രിയോ മറ്റു മന്ത്രിമാരോ റോഡിലിറങ്ങാത്ത തരത്തിലേക്ക് അവരെ തടയുന്ന സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 100ഓളം പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതിനായി കണ്ണൂർ താണയിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി കണ്ണോത്തുഞ്ചാൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലെത്തിയത്. ആറളം ഫാമിൽ കാട്ടാനകൾ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോഴും മന്ത്രിയും വനംവകുപ്പും ഉറക്കം നടിക്കുകയാണെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായി. സുധീഷ് വെള്ളച്ചാൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം ജില്ലാ കലക്ടർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ M. ഗീതാനന്ദൻ. ഫാമിലെ മേൽനോട്ട ചുമതല വനംവകുപ്പിനെ ഏൽപ്പിച്ചതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്നും ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആറളം ഫാമിൽ കഴിഞ്ഞ ദിവസം വെള്ളി ലീല ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നതിന്റെ ഭരണപരമായ ഉത്തരവാദിത്തം ആദിവാസി പുനരധിവാസ മിഷൻ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കലക്ടറും മിഷൻ ജില്ലാ കൺവീനർ എന്ന നിലയിൽ ജില്ലാ പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥനുമാണ്. അതിനാൽ ബോധപൂർവമല്ലാത്ത നരഹത്യാ വകുപ്പുകൾ ചാർത്തി ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷനെയും സംസ്ഥാന പട്ടികവർഗ കമ്മീഷനെയും ആദിവാസി സംഘടനകൾ സമീപിക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ M. ഗീതാനന്ദൻ പറഞ്ഞു. വന്യജീവി സംരക്ഷണം മാത്രം ചുമതലയുള്ള വനം വകുപ്പാണ് ആദിവാസികൾക്ക് സംരക്ഷണം നൽകേണ്ടതെന്ന പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണ്. ഫാമിലെ മേൽനോട്ട ചുമതല വനം വകുപ്പിനെ ഏൽപ്പിച്ചതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത്. ഫാമിൽ കുടിയിരുത്തപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാത്തത് കൊണ്ടാണ് ഇത്രയധികം പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഗീതാനന്ദൻ പറഞ്ഞു. നരഹത്യക്ക് ജില്ലാ കളക്ടറുടെ പേരിലും ട്രൈബൽ ഉദ്യോഗസ്ഥൻ്റെയും പേരിൽ കേസ് എടുക്കണം. ആരൊക്കെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരിൽ എടുക്കണം. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട. എങ്കിൽ മാത്രമേ ഇതിനകത്തൊരു തിരുത്തലുണ്ടാകും. രണ്ടാമത്തെ ഇതിനകത്തുള്ള വനംവകുപ്പിന് യാതൊരു കാര്യമില്ല, അവരവിടെ നിന്ന് പറഞ്ഞു വിടണം. ആ ഭൂമിയിൽ അവർക്ക് യാതൊരു സേയില്ല. അത് പൂർണ്ണമായിട്ടും അവരവിടെ കെട്ടിടങ്ങൾ ഒഴിവാക്കി വനത്തിൽ പോകണം അവർ. മനസ്സിലായല്ലേ? പിന്നീട് ഇതിന് അടിയന്തര പരിഹാരം എന്താണ്? അതിൽ നമുക്ക് കൃത്യമായുള്ള നിർദ്ദേശമുണ്ട്. ഈ വിഷയം തന്നെ ഉടനെ കളക്ടർ എടുത്തുകൊണ്ട് കളക്ടർ പരിഹരിക്കും നമുക്ക് പ്രതീക്ഷയില്ല. ഇത് ദേശീയവൽക്കരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാഷണൽ കമ്മീഷന് ദേശീയ പട്ടികവർഗ ഗോത്ര കമ്മീഷൻ, അതുപോലെ സംസ്ഥാന ഗോത്രവർഗ കമ്മീഷൻ ഇവർക്ക് കൊടുക്കുകയും ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും ചെയ്യും. കുറ്റവാളികൾ ഇതിനകത്ത് ബുക്ക് ചെയ്യപ്പെടണം. ഇതൊരു നാടകം കളിച്ച് അവിടെ ഇപ്പോൾ ഇന്നലെ മുഴുവൻ നടന്നത് ശ്രീരാമൻ ഗോയൻ അവിടെ ഉണ്ടായിരുന്നു. ഭരിക്കുന്ന കക്ഷികൾ തന്നെ, അത് അദ്ദേഹം പറയും, ഞാനതിലേക്ക് കടക്കുന്നില്ല, ഒരു ഷോ നടത്തുന്നു. ഈ വികാരത്തെ, ആദിവാസികളുടെ വികാരത്തെ നന്നായി അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഇത് പിന്നെയും മറവിയിലേക്ക് കൊണ്ടും അടുത്ത കൊലപാതകം നടത്തുകയും ചെയ്യാം. നമ്മളൊന്നും ആരെങ്കിലും 12 വർഷമായിരുന്നു നടന്നുകൊണ്ട് ഈ നാടകം. ഓരോ മരണവും ജഡത്തെ വെച്ചിട്ടുള്ള കളികളാണ്. ഇതെനി സമ്മതിക്കില്ല.
കൃത്യമായി ഇതിനകത്ത് കുറ്റവാളികൾ ആരാണോ ദേ ഷുഡ് ബി ബുക്ക്ഡ്. അതിനകത്ത് ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ പെരുമാറുക. കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതിയെയും ദേശീയ ഗോത്രവർഗ കമ്മീഷനെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും ആദിവാസി സംഘടനകൾ കാണാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാവ് ശ്രീരാമൻ കൊയ്യോൻ, കെ ഷൈജു, KS രാമു, രതീഷ് കെ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സി ഡിവിഷൻ വാർഡ് 4350 ഹരിത വാർഡായി പ്രഖ്യാപിച്ചു. സിറ്റി ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന പരിപാടി മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ചുറ്റുപാടിൽ പ്രകൃതിയും ഭൂമിയും മലിനമാക്കരുതെന്ന ബോധം, ജൈവ മാലിന്യങ്ങളെ തരംതിരിച്ച് സംസ്കരിക്കാനുള്ള ചിന്താഗതി ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ 2 വാർഡുകൾ ഹരിത വാർഡായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. മനുഷ്യന്റെ പ്രകൃതിയിൽ മേലുള്ള കടന്നുകയറ്റമാണ് പ്രകൃതി ദുരന്തത്തിന്റെ പ്രധാന കാരണം. പുഴകൾ മലിനമാക്കുകയും കാട് വെട്ടിത്തെളിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അർഹതയുണ്ട് എന്ന ബോധമാണ് ചെടികളെയും മരങ്ങളെയും മറ്റും സംരക്ഷിച്ചുകൊണ്ട് 2 വ്യക്തിത്വങ്ങൾ പ്രവർത്തനം നടത്തിയത്. അറയ്ക്കൽ പഞ്ചാരൻ ഡവിഡ നജീബ്, ആയിക്കര MP മുഹമ്മദ് സാലി എന്നിവർക്ക് സ്വച്ഛ ചാമ്പ്യൻ എന്ന അവാർഡ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. റമദാൻ മാസം സമാഗതമാകുന്ന കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അവിടെ പരിസര പ്രദേശങ്ങളിൽ നമുക്കറിയാം റമദാനുള്ള പ്രധാന വിഷയം രാത്രി സമയങ്ങളിലൊക്കെ ഫുഡ് ഫെസ്റ്റ് എന്ന രീതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത്. അത് ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷേ അത് നമുക്ക് അത്തരം വിഷയങ്ങളിലൊന്നും നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ ഭാഗത്ത് നടത്തോട്ടെ. പക്ഷേ വൃത്തിയും വെടിപ്പും ഇത്തരം സ്റ്റാളുകളിൽ പ്ലാസ്റ്റിക് നിരോധനം, ഹരിത പ്രോട്ടോകോൾ, അതുപോലെ മറ്റ് സംവിധാനങ്ങൾ, വൃത്തിയും വെടിപ്പും ആരോഗ്യ വിഭാഗത്തിനൊക്കെ വളരെ കർശനമായി ഉണ്ടാകും. അത്തരം വിഷയങ്ങളിൽ സമയത്ത് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ചർച്ചകളൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ കണ്ണൂർ സി ഡിവിഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ എ, ബൈജു CC, കൌൺസിലർ KM സാബിറ ടീച്ചർ, ജീജ, കൌൺസിലർ അഷ്റഫ് ചിറ്റുളി, TK നൌഷാദ് മാസ്റ്റർ, DIS HM സാജിദ ടീച്ചർ, അഷ്റഫ് ബംഗാളി മുഹല്ല തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപികയ്ക്ക് വേറിട്ട യാത്രയയപ്പ് നൽകി മുതുകുറ്റി UP സ്കൂൾ. സ്കൂളിലെ കാർഷിക ക്ലബ്ബ് വിളയിച്ചെടുത്ത പച്ചക്കറികൾ നൽകിയാണ് യാത്രയയപ്പ് നടത്തിയത്. ചടങ്ങ് മാതൃഭൂമി റീജിയണൽ മാനേജർ ജഗദീഷ് ജി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടേത് ഇങ്ങനൊരു സീഡുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ എത്രയോ കാലമായിട്ട് തുടങ്ങി കൂടി ഇങ്ങനെ പാടത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുക. കൊയ്ത്തുത്സവത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിപുലമായിട്ടുള്ളതും അതൊരു യാത്രയപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നൊരു പദപ്രയോഗമാണ് പലതും. ഇതങ്ങനെയല്ല. നിങ്ങൾ വിതച്ചതാണ് ഞാനിന്ന് കൊയ്തത്. നിങ്ങൾക്ക് തന്നെയാണ് തന്നെയും കൂടി. അത് പൊതുവേ ലോകം അങ്ങനെയാണ്. നമ്മൾ ആരൊക്കെയോ വിതയ്ക്കുന്നു, ആരൊക്കെയോ കൊയ്യുന്നു എന്നുള്ളതാണ്. ആ സത്യം നിങ്ങൾ ഇനി ചെറിയ കുട്ടികളാണ്, വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ജീവിതത്തിൽ കുറേ മുന്നേറുമ്പോൾ അത് പഠിക്കും. അത് തന്നെയാണ് പ്രകൃതി നമ്മളോട് ആവശ്യപ്പെടുന്നത്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി വിതയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് തുടങ്ങി ശീലിക്കുന്നു. നിങ്ങൾ വലുതാവുമ്പോഴും ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിത ഭാഗമായിട്ടുണ്ടാവട്ടെ. കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികൾ ഈ വർഷം വിളയിച്ചെടുത്ത കാർഷിക വിഭവങ്ങളായ നെല്ല്, വഴുതനങ്ങ, മത്തൻ, ചീര, വെള്ളരി, പയർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രിയ ഹെഡ് ടീച്ചർ പ്രമീള ചന്ദ്രോത്തിന് നൽകി ആദരിച്ചത്. സീഡ് എക്സിക്യൂട്ടീവ് അംഗം ബിജിഷ ബാലകൃഷ്ണൻ, നന്ദൻ ബി എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു. അഭിലാഷ് CP, സുമേഷ് കോവിന്ദ്, ജിജേഷ് PV, നവൽ ദീപ്, ശ്രീതേജ് PS, സാനവ് സുമേഷ്, അനേക് P എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ ജനകീയ നാടക പ്രസ്ഥാനമായ KPSCയുടെ 75ാം വാർഷികം, നാടക ഭീഷ്മാചാര്യൻ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി, KPSC രൂപീകരിച്ച ജനകീയ കലാപ്രസ്ഥാനമായ യുവകലാസാഹിതി രൂപീകരണത്തിന്റെ 50ാം വാർഷികം എന്നീ പരിപാടികൾ വിപുലമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി മാർച്ച് 1 കണ്ണൂരിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യകാരനും നാടകകൃത്തുമായ KT ബാബുരാജ് മത്സരം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണി മുതൽ മഹാത്മാ മന്ദിരത്തിൽ നാടക ഗാനാലാപന മത്സരം നടക്കും. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും പ്രത്യേക മത്സരമാണ് നടക്കുന്നത്. മുതൽ യുവകലാസാഹിതിയുടെ 50ാം വാർഷികം ആഘോഷം മഹാത്മാ മന്ദിരത്തിൽ നിന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്തനായ പിന്നണി ഗായകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ VT മുരളിയാണ്. യുവകലാസാഹിതിയുടെ 50ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത്. യുവകലാസാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ OK മുരളീകൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭരായിരിക്കുന്ന സാഹിത്യ, കലാ, സാംസ്കാരിക പ്രവർത്തകർ ആ സമ്മേളനത്തിൽ സംസാരിക്കും. വൈകുന്നേരം 5 മണിക്ക് സ്റ്റേഡിയം കോർണറിലാണ് വിപുലമായ പരിപാടി. KPSCയുടെ വാർഷികവും ജന്മശതാബ്ദിയും
5 മണിക്ക് സ്റ്റേഡിയം കോർണറിൽ വെച്ച് ഏറെക്കാലം KPSCയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് കണ്ണൂർ ജില്ലക്കാരൻ കൂടിയായ പന്നിൻ രവീന്ദ്രനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മഹാത്മാ മന്ദിരത്തിൽ യുവ കലാസാഹിതിയുടെ വാർഷിക ആഘോഷം ഗായകൻ VT മുരളി ഉദ്ഘാടനം ചെയ്യും. യുവ കലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ OK മുരളീകൃഷ്ണൻ സംസാരിക്കും. വൈകുന്നേരം 5 മണിക്ക് സ്റ്റേഡിയം കോർണറിൽ KPAC 75-ാം വാർഷികവും തോപ്പിൽ ബാസി ജന്മശതാബ്ദിയും CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വയലാർ രാമവർമ്മയുടെ മകനും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായിരിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇബ്റ്റയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് TV ബാലൻ, CP സന്തോഷ് കുമാർ, വേലായുധൻ എടച്ചേരിയൻ എന്നിവർ പ്രസംഗിക്കും. ചടങ്ങിൽ വെച്ച് വിവിധ സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ കവി മാധവൻ പുറച്ചേരി, നാടക സംവിധായകനായ സുരേഷ് ബാബു ശ്രീസ്ത, KPSC സഹയാത്രികനായ KPSCയുടെ നടനായ മുഹമ്മദ് കുറുവ എന്നിവരെ ആദരിക്കും. ഡോക്ടർ AK നമ്പ്യാർ നാടക ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകും. തുടർന്ന് രാത്രി 7 മണിക്ക് തോപ്പിൽ ബാസി രചനയും സംവിധാനവും നിർവഹിച്ച KPSCയുടെ നാടകം ഒളിവിലെ ഓർമ്മകൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ KV സുരേഷ് ബാബു, വെള്ളോറ രാജൻ, ജിതേഷ് കണ്ണപുരം, റോയ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. യുവതിയുടെ വയറ്റിൽ നിന്നും 12 കിലോഗ്രാം ഭാരമുള്ള മുഴ നീക്കം ചെയ്തതായി കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഓങ്കോ സർജറി വിഭാഗം. അതീവ സങ്കീർണവും ദുഷ്കരവുമായ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. വിദേശത്ത് താമസമാക്കിയ യുവതി വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ ചികിത്സ തേടിയെത്തിയത്. മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു യുവതിയുടേത്. എന്നാൽ സമീപകാലത്ത് ശരീരം തടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഇവർ ഗൾഫിൽ വെച്ച് ചികിത്സ തേടുകയും മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അസ്വസ്ഥതയ്ക്ക് കുറവില്ലാതിരുന്നതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സ തേടി കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത്. മിംസിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മുഴ ശ്രദ്ധയിൽപ്പെട്ടത്. വയർ മുഴുവൻ വളർന്നു വ്യാപിച്ചു കിടന്ന മുഴ നെഞ്ചിന്റെ ഭാഗത്തേക്കും പടർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി യുവതിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. മാത്രമല്ല, മുഴ വളർന്നതിനനുസരിച്ച് കുടലിന്റെ ഒരു ഭാഗം അമർന്നു പോവുകയും മുഴയുടെ പിറകുവശത്ത് ഒട്ടിച്ചേരുകയും ചെയ്തു. തുടർന്നാണ് ശസ്ത്രക്രിയയിലൂടെ പെട്ടെന്ന് തന്നെ മുഴ പുറത്തെടുക്കാൻ തീരുമാനിച്ചത്. 3 വെല്ലുവിളികളാണ് ശസ്ത്രക്രിയയിൽ പ്രധാനമായും അനുഭവപ്പെട്ടത്. ഒന്നാമത്തേത് മുഴയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന കുടലിന്റെ ഭാഗം വിജയകരമായി നീക്കം ചെയ്യുക എന്നതും രണ്ടാമത്തേത് മുഴ പൊട്ടിപ്പോവാതെ പൂർണ്ണമായും പുറത്തെടുക്കണം എന്നതുമായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ മുഴ പൊട്ടിപ്പോവുകയും അതിനകത്തെ ദ്രാവകം വയറിനുള്ളിൽ പതിക്കുകയും ചെയ്താൽ പുതിയ മുഴകൾ വളരാനും ക്യാൻസറായി മാറുവാനും സാധ്യതയുണ്ട്. മൂന്നാമത്തേത് യുവതി അവിവാഹിതയാണ്. അണ്ഡാശയവും ഗർഭപാത്രവും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടാൽ ഭാവിയിൽ ഗർഭിണിയാകുവാനുള്ള സാധ്യത ഇല്ലാതാകും. അതിനാൽ അണ്ഡാശയവും ഗർഭപാത്രവും പൂർണ്ണമായി നീക്കം ചെയ്യാതെ സർജറി നടത്തുക എന്നതായിരുന്നു. ഇതിനായി ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ സ്റ്റേജിംഗ് ലാപ്പറോട്ടമി എന്ന ശസ്ത്രക്രിയ രീതി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഗർഭപാത്രം പൂർണ്ണമായും അണ്ഡാശയത്തിന്റെ ഒരു ഭാഗവും നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ രീതിയാണിത്. ഇതിലൂടെ അതീവ ഗൗരവതരമായ ഈ 3 വെല്ലുവിളികളെയും വിജയകരമായി അതിജീവിക്കുവാൻ സീനിയർ കൺസൾട്ടന്റ് ഓങ്കോ സർജൻ ഡോക്ടർ അബ്ദുള്ള KPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിഞ്ഞു. 50 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ വീതിയുമായിരുന്നു മുഴക്കുണ്ടായിരുന്നത്. ഇത്രയും വലിയ മുഴ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപൂർവമാണെന്നും മറ്റ് കുഴപ്പങ്ങളില്ലാതെ ഇത്ര വലിയ മുഴ നീക്കം ചെയ്യാൻ സാധിക്കുന്നത് അത്യപൂർവമാണെന്നും ഡോക്ടർ അബ്ദുള്ള KP പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് സർജിക്കൽ ഓൺകോളജി വിഭാഗം ഡോക്ടർ അബ്ദുള്ള KP, ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഭവ്യ, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തളാപ്പ് ചെങ്ങനിപ്പടി UP സ്കൂൾ ഏപ്രിൽ 3 പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അഴീക്കോട് MLA KV സുമേഷ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ വിശാലമായ, അത് വെച്ച് നോക്കുമ്പോൾ വളരെ വിശാലമായ ഒരു സ്ഥലത്തേക്ക് സ്കൂൾ മാറുകയാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ C. സുനിഷ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര പ്രേമാനന്ദ് മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരായ പനിയൻ ഉഷ, കുഗിരി രാജേഷ്, AKG ആശുപത്രി വൈസ് പ്രസിഡന്റ് മോഹനൻ നമ്പ്യാർ, കോർപ്പറേഷൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CK വിനോദ്, പ്രധാന അധ്യാപിക TV അനുരൂപ, കാടൻ ബാലകൃഷ്ണൻ, കല്ലിക്കോടൻ രാകേഷ്, KP വിനോദ്, സ്കൂൾ മാനേജർ TV അജിതകുമാരി, PC അശോകൻ, P. ജയപാലൻ, K. സുധാകരൻ, K. ദീപ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. R. അനിൽകുമാർ ചെയർമാനായും പ്രധാന അധ്യാപിക
അധ്യാപിക TV അനുരൂപ ജനറൽ കൺവീനറായും 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ടാങ്കറുകളിൽ മലിനജലം തള്ളൽ 10,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മലപ്പട്ടത്ത് കുട്ടപ്പുന്നയിലാണ് ടാങ്കറുകളിൽ മലിനജലം തള്ളിയതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലമുടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തിയത്. പുതിയ തെരുവിലെ ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലമാണ് ടാങ്കറുകളിൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയത്. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരുവിധ അനുമതിയും ലഭ്യമാകാതെ സ്ഥലത്ത് അനധികൃതമായി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന STPയിലാണ് പുതിയ തെരുവിലെ ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം ടാങ്കറുകളിൽ തള്ളിയത്. PV ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഭവ സ്ഥലത്ത് മലിനജലം ടാങ്കറുകളിൽ തള്ളിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, മലപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് M, ക്ലർക്ക് സേതു P എന്നിവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും സ്ഥല ഉടമയെ സംഭവ സ്ഥലത്ത് വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. 10,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മലപ്പുറം ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,075, പവന് 64,600 രൂപ, വെള്ളി 108 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. വഴിതടഞ്ഞതിന് നേതാക്കൾക്കെതിരെ കേസ്. മാധ്യമങ്ങളെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്, ജയിലിൽ പോകാൻ തയ്യാറെന്നും MV ജയരാജൻ. അതിരൂക്ഷ വന്യമൃഗശല്യം അറുതി വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ്. DFO ഓഫീസ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിയും വനം വകുപ്പും ഉറക്കം നടിക്കുകയാണെന്ന് സണ്ണി ജോസഫ് MLA. ആറളത്തെ ആദിവാസി ദമ്പതികളുടെ മരണം. ജില്ലാ കലക്ടർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കണമെന്ന് ഗീതാനന്ദൻ. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കണം, വനം വകുപ്പ് നിഷ്ക്രിയമെന്നും ഗീതാനന്ദൻ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.